ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 6 ബേസിക് സയൻസിലെ 5th ചാപ്റ്ററാണ്. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന ഭാഗം വരെയാണ് എടുത്തത്. അത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് അടിയിൽ വരുന്ന ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സാമിങ് ദ ഫോളോയിങ് ഇഷ്യൂസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്താണെന്നും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്താണെന്നും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദ മിക്സ്ചേഴ്സ് വിത്ത് ഡിസോൾഡ് സാൾട്ട് ആൻഡ് ദാറ്റ് വിത്ത് അൺഡിസോൾഡ് സാൾട്ട് ദ സെയിം, ഹൗ ആർ ദേ ഡിഫറൻറ്റ്? അതായത് നമ്മൾ ഒരു ഉപ്പ് വെള്ളം എടുത്തു നോക്കിയാൽ നന്നായി അലിഞ്ഞ ഉപ്പ് വെള്ളമാണോ അതുപോലെ അലിയാത്ത ഉപ്പാണോ എന്താ പറയുന്നത്, രണ്ടും ഒരേപോലെ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല അല്ലേ? അപ്പം അതിൻ്റെ ആൻസർ നോയാണ്. ഹൗ ആർ ദേ ഡിഫറൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എ മിക്സ്ചർ വിത്ത് ഡിസോൾഡ് സാൾട്ട് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. എ മിക്സ്ചർ വിത്ത് അൺഡിസോൾഡ് സാൾട്ട് ഈസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ആൻസറായിട്ട് വരുന്നത്. നോയും അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യമാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അടുത്തത്, ഈസ് ദ മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ്? വൈ? അപ്പോൾ നമ്മളൊരു വെള്ളത്തിൽ ചോക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ചോക്ക് പൗഡർ കാണാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിസോൾവ് ചെയ്യാത്ത ഇത് എന്താണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഹെട്രോജീനിയസ് ആണ്. വൈ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ദിസ് ഈസ് ബിക്കോസ് ചോക്ക് പൗഡർ ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. ദ ചോക്ക് പാർട്ടിക്കിൾസ് ആർ വിസിബിൾ ആൻഡ് വിൽ ഇവൻച്വലി സെറ്റിൽ ഡൗൺ. അതായത് ചോക്ക് പൗഡർ വെള്ളത്തിൽ ഡിസോൾവ് ആവില്ല, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും അല്ലേ, ശരിക്കും വെള്ള കളറായിട്ട് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത്, ആർ കമ്പോസ്റ്റ് കോൺക്രീറ്റ് മിക്സ് ആൻഡ് ദ എഡിബിൾ മിക്സ്ചർ ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ്? വൈ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസ് നമ്മൾ കമ്പോസ്റ്റും കോൺക്രീറ്റ് മിക്സും നമുക്ക് പറയാം, എഡിബിൾ മിക്സ്ചർ നമുക്ക് പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് പറയാം കമ്പോസ്റ്റും കോൺക്രീറ്റ് മിക്സും നോക്കുകയാണെങ്കിൽ അതെന്താണ്? ഹെട്രോജീനിയസ് ആണ്. അപ്പോൾ ദ കമ്പോസ്റ്റ് ആൻഡ് കോൺക്രീറ്റ് മിക്സ് ഈസ് ഹെട്രോജീനിയസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് മെറ്റീരിയൽ ആൻഡ് ക്യാൻ ബി വിഷ്വലി ഐഡൻറ്റിഫൈഡ്. അതായത് നമ്മളിപ്പോൾ കോൺക്രീറ്റ് എടുത്തു, കോൺക്രീറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ കമ്പോസ്റ്റ് ആണെങ്കിലും, കമ്പോസ്റ്റിൽ എന്താ ഒരുപാട് വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ, വിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഹെട്രോജീനിയസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ എഡിബിൾ മിക്സ്ചർ എന്താണെന്ന് നോക്കാം. എഡിബിൾ മിക്സ്ചർ ഈ ഫ്രൂട്ട് സലാഡ് പോലത്തെ ഒരു മിക്സാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? If it refers to something like fruit salad, it is heterogeneous. ഇപ്പോൾ ഫ്രൂട്ട് സലാഡ് പോലത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എഡിബിൾ മിക്സ്ചർ ഫ്രൂട്ട് സലാഡ് പോലെ ഇരിക്കുന്നതാണെങ്കിൽ അത് എന്തെന്ന് പറയാം? ഹെട്രോജീനിയസ് ആണ്. ബിക്കോസ് വി ക്യാൻ സീ ദ പാർട്ടിക്കിൾസ്. നമുക്ക് അതിൽ പാർട്ടിക്കിൾസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു ആൻസറും കൂടിയിട്ട്, ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ഷുഗർ സൊല്യൂഷൻ ഇറ്റ് ഈസ് ഹോമോജീനിയസ് ബിക്കോസ് ദ ഷുഗർ ഈസ് ഈവൺലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ദ മിക്സ്ചർ അപ്പിയേഴ്സ് യൂണിഫോം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മൂന്നാമത്തെ കേസ്, അതായത് എഡിബിൾ മിക്സ്ചർ എന്ന് പറയുമ്പോൾ 2 തരത്തിൽ നമുക്ക് പറയാം. ഒന്നെങ്കിൽ ഫ്രൂട്ട് സലാഡൊക്കെ പോലത്തെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മിക്സ്ചർ ആണെങ്കിൽ നമുക്ക് അതിനെ ഹെട്രോജീനിയസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ പോലത്തെ ഒരു സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് പറയാം? ഷുഗർ നല്ല രീതിക്ക് അലിഞ്ഞു പോയിട്ടുണ്ടാവും, അപ്പോൾ അത് ഹോമോജീനിയസ് ആണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കേസ് പറയുമ്പോൾ മാത്രം 2 തരം പറയണം. അടിയിൽ ഒരു ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ക്ലാസിഫൈ ദ മിക്സ്ചേഴ്സ് യു ഹാവ് പ്രിഫേർഡ് സോ ഫാർ ഇൻ ടു ഹോമോജീനിയസ്. അപ്പോൾ നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്തൊക്കെയാണെന്നും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്തൊക്കെയാണെന്ന് എഴുതാം. ഹോമോജീനിയസിൽ എന്തൊക്കെ വരും? സോൾട്ട് സൊല്യൂഷൻ വരും, ഷുഗർ സൊല്യൂഷൻ വരും, എയർ വരും, ആൽക്കഹോൾ ആൻഡ് വാട്ടർ വരും. ഹെട്രോജീനിയസിൽ ചോക്ക് പൗഡർ മിക്സഡ് വിത്ത് വാട്ടർ, പിന്നെ എന്ത് പറയാം, സാൻഡ് ആൻഡ് വാട്ടർ, ഓയിൽ ആൻഡ് വാട്ടർ, സോയിൽ. ഇത്രയും കാര്യങ്ങൾ ഹെട്രോജീനിയസിൽ നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് എക്സ്പാൻഡ് ദ ടേബിൾ ബൈ including
ഇൻക്ലൂഡിങ് അതർ മിക്സ്ചേഴ്സ് യു ആർ ഫെമിലിയർ വിത്ത്. നിങ്ങൾക്ക് വേറെ മിക്സ്ചേഴ്സൊക്കെ അറിയുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് ഓൾ സൊല്യൂഷൻ ആർ മിക്സ്ചേഴ്സ് ബട്ട് നോട്ട് ഓൾ മിക്സ്ചേഴ്സ് ആർ സൊല്യൂഷൻ. എല്ലാ സൊല്യൂഷൻ എന്ന് പറയുന്നത് മിക്സ്ചറാണ്. കാരണം സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ വെറുതെ ഒരു വെള്ളം മാത്രം വെച്ചാൽ സൊല്യൂഷൻ അല്ലല്ലോ, അതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ. അപ്പോൾ അതായത് ഒന്നിൽ കൂടുതൽ മിക്സ്ചേഴ്സ് അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ മിക്സ്ചേഴ്സും സൊല്യൂഷനാണോ? അല്ല. നമുക്കിപ്പോൾ ഒരു ഫ്രൂട്ട് സലാഡ് എടുത്താൽ അത് സൊല്യൂഷനാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ടു ദ ചൈൽഡ് സ്റ്റേറ്റ്മെൻറ്റ്? റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഇൻ യുവർ സയൻസ് ഡയറി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, ഈ ഒരു കാര്യം തന്നെ വെച്ചിട്ട് നമുക്ക് പറയാം. അടുത്ത മിക്സ്ചേഴ്സ് ഇൻ ഡെയിലി ലൈഫാണ്. ചെക്ക് ദ മെനു ഓഫ് ദ നൂൺ മീൽ ഇൻ യുവർ സ്കൂൾ. ഉച്ചയ്ക്ക് എന്താണ് കഴിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. ആർ ഇൻ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്? ഡിസ്കസ് ഹൗ മച്ച് വി ആർ യൂസിങ് വേരിയസ് മിക്സ്ചേഴ്സ് ഇൻ അവർ ഫുഡ് ഫോർ എ ഹെൽത്തി ലൈഫ്. നല്ലൊരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫുഡിൽ പല മിക്സ്ചേഴ്സും ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസ് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പല ടൈപ്പ് വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുന്നുണ്ട്. അതുപോലെ ഫ്രൂട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല ടൈപ്പ് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നുണ്ട്. എന്നാലാണ് നമുക്ക് ഹെൽത്തി ലൈഫ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കമ്പോണൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ പെർസെൻറ്റേജും ആണ് കൊടുത്തിട്ടുള്ളത്. യു ഹാവ് ലേൺഡ് ദാറ്റ് ദ എയർ വി ബ്രീത്ത് ഇൻ ഇറ്റ്സ് എ മിക്സ്ചർ. അപ്പോൾ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ എന്താണ്? ഒരു മിക്സ്ചർ ആണ് അല്ലേ. വാട്ട് ആർ ദ കമ്പോണൻസ് ഇൻ ഇറ്റ്? അതിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്? നൈട്രജൻ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ആണ്? 78% ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് 0.04%, ഓക്സിജൻ 21% ആണ്, അതേഴ്സ് 0.96% ആണ് കേട്ടോ. വാട്ട് ആർ ദ കമ്പോണൻസ് ഇൻ എയർ? അപ്പോൾ നമുക്ക് ഇതൊക്കെ പറയാം, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ എന്നൊക്കെ പറയാം. കമ്പയർ അതർ ക്വാണ്ടിറ്റീസ്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് എയർ ഈസ് എ മിക്സ്ചർ. യു ഷുഡിൻ ദീസ് കമ്പോണൻസ് ഇൻ എയർ ബി മെയിൻറ്റെയിൻ ദ സെയിം ക്വാണ്ടിറ്റി? വിച്ച് കമ്പോണൻസ് ഓഫ് എയർ ആർ ബീങ് യൂസ്ഡ് ഇൻ ആക്ടിവിറ്റീസ് സച്ച് എസ് റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്? ഏത് കമ്പോണൻ്റ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. വാട്ട് വിൽ ഹാപ്പൺ ഇഫ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ് ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഡിക്രീസസ് ഇൻ എയർ? നമുക്ക് എന്ത് പറ്റും? നമുക്ക് ശ്വസിക്കാൻ ആവശ്യമാണല്ലേ ഓക്സിജൻ. അപ്പോൾ നമ്മളെ ബ്രീത്തിങ് ഇഷ്യൂസ് വരും, നമ്മൾ മരിക്കുക വരെ ചെയ്യും നമുക്ക് കറക്റ്റായിട്ട് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ. ദ സ്മോക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ബേണിംഗ് പ്ലാസ്റ്റിക് കണ്ടെയ്ൻസ് വേരിയസ് ടോക്സിക് സബ്സ്റ്റൻസസ്. ഇഫ് ദീസ് സബ്സ്റ്റൻസസ് ഗെറ്റ് മിക്സ്ഡ് വിത്ത് എയർ ഇറ്റ് വിൽ അഫക്ട് ദ ഇക്വിലിബ്രിയം ഓഫ് എയർ ആൻഡ് ക്യാൻ കോസ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ ദ ഹെൽത്ത് ഓഫ് ലിവിങ് ബീയിങ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുന്ന എയർ, അപ്പോൾ എയറിൽ അത് മിക്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്വസിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് ഹൈഡ് ആൻഡ് സീക്ക് ഓഫ് എ സൊല്യൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഷുഗർ സൊല്യൂഷൻ ഹാസ് ബോത്ത് വാട്ടർ ആൻഡ് ഷുഗർ. ഇപ്പോൾ ഷുഗർ സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ട്? പഞ്ചസാരയും ഉണ്ട്, വെള്ളവും ഉണ്ട്. ബട്ട് വി കനോട്ട് സീ ദ ഷുഗർ വൺസ് ഇറ്റ് ഡിസോൾവ് ഇൻ ഇറ്റ്. പക്ഷെ അതിൽ അലിഞ്ഞു പോയ പഞ്ചസാര നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. വൈ ഇറ്റ് ഈസ് സോ? വേർ ഡിഡ് ദ ഷുഗർ ഡിസപ്പിയർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഹാപ്പൻ ടു ദ ഷുഗർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ലാർജ് പ്ലാസ്റ്റിക് ജാറാണ്, അത് 1 ലിറ്ററിൻ്റെ ആണ്. അടുത്തത് ഗ്രാവൽ 500 ഗ്രാം ആണ്. പിന്നെ ഒരു ഗ്രീൻ ഗ്രാം എടുക്കണം 100 ഗ്രാം, റവ 100 ഗ്രാം എടുക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുക്കുക. പുട്ട് ദ ഗ്രാവൽ ഇൻ എ പ്ലാസ്റ്റിക് ജാർ ആൻഡ് ഷേക്ക് ഇറ്റ് വെൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്ലാസ്റ്റിക് ജാറിൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഗ്രാവൽ ആഡ് ചെയ്യുക, നല്ലപോലെ ഷേക്ക് ചെയ്യുക. യൂസിങ് എ മാർക്കർ പെൻ മാർക്ക് ദ ലെവൽ ഓഫ് ദ ഗ്രാവൽ ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദി ജാർ. അപ്പോൾ ഈ ജാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലുള്ള ഭാഗം കാണാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ടൈപ്പ് ജാറോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയാം അല്ലേ? അല്ല സോറി, നമ്മൾ പ്ലാസ്റ്റിക് ജാർ എടുത്തത്. അപ്പോൾ പ്ലാസ്റ്റിക് ജാർ ആണെങ്കിലും നമുക്ക് ഉള്ളിലുള്ളത് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ആഡ് ചെയ്തിട്ട്? ആദ്യം ആഡ് ചെയ്ത് ഗ്രാവലാണ്. അപ്പോൾ എത്ര ഗ്രാവൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പുറത്തുനിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഔട്ടറിൽ. പിന്നെ നമ്മൾ രണ്ടാമത് ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ഗ്രാം ആണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോഴും നമ്മളെ ലെവൽ എന്ത് ചെയ്യും? കുറച്ച് കൂടിയിട്ടുണ്ടാവും അല്ലേ? ഡസ് ദ ലെവൽ ഓഫ് ദ ഗ്രാവൽ റൈസ് നൗ? യെസ്. ഓക്കെ, റൈറ്റ് ദ മെഷർമെൻറ്റ് ഇൻ ദ ടേബിൾ. അപ്പോൾ എത്ര കൂടിയെന്ന് അതിൽ എഴുതാനാണ് പറയുന്നത്. ദെൻ പുട്ട് സം റവ ഇൻ ദ പ്ലാസ്റ്റിക് ജാർ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിലേക്ക് കൂടുതൽ റവ ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായി ഇളക്കുക, ഷേക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡസ് ദ ഹൈറ്റ്, വീണ്ടും എന്താണ്ടാവുക? ഹൈറ്റ് കൂടുക തന്നെ ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഹൈറ്റ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോന്ന് വരുമ്പോൾ എത്ര ഹൈറ്റ് കൂടിയെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളോട് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഈ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഡസ് ദ ലെവൽ ഓഫ് ഗ്രാവൽ ഇൻസൈഡ് ദ ജാർ ചേഞ്ച് ആഫ്റ്റർ ആഡിങ് ഗ്രീൻ ഗ്രാം ആൻഡ് റവ ആൻഡ് ഷേക്ക് ദം ഡൗൺ ബൈ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സോറി. നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ
നമ്മളിപ്പോൾ നല്ല രീതിക്ക് ഷെയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലെവലിന് വ്യത്യാസം വരില്ല. അപ്പോൾ നമ്മളിവിടെ ഷെയ്ക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഷെയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെവലിന് ഇൻക്രീസ് അധികം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കാരണം ഷെയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ഒരു പാത്രത്തിൽ നിറച്ചിട്ട് നമ്മളത് നല്ല രീതിയിൽ കുലുക്കി സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്പേസ് അതിൽ കിട്ടും. നമുക്ക് സാധാരണ എന്തെങ്കിലും നിറച്ചൊരു ടിന്നിൽ എന്തെങ്കിലും നിറച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ കുലുക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടും, എക്സ്ട്രാ സാധനങ്ങൾ. അപ്പോൾ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ ഇൻക്രീസ് ചെയ്യില്ല. അത് ആ ഭാഗത്തുനിന്ന് വെറുതെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ സാധനങ്ങൾ കൂടുന്തോറും എന്ത് ചെയ്യാം, ഹൈറ്റ് കൂടി വരും. പക്ഷെ നല്ല രീതിക്ക് ഷെയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഹൈറ്റ് അവിടെ കുറയുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം ഷെയ്ക്ക് എന്ന് അവിടെ നോട്ട് ചെയ്യണം കേട്ടോ. നോ ദ ലെവൽ ഓഫ് ദ ഗ്രാവൽ ഇൻസൈഡ് ദ ജാർ വുഡ് ലൈക്ലി നോട്ട് ചേഞ്ച് സയൻറ്റിഫിക്കലി ആഫ്റ്റർ ആഡിങ് ഗ്രീൻ ഗ്രാം ആൻഡ് റവ ഷേക്കിംഗ് ദം ഡൗൺ. ദിസ് ഈസ് ബിക്കോസ് ദ സ്മോളർ ഗ്രീൻ ഗ്രാം. അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് കേട്ടോ. Settle in the space between the gravel pieces typically at the bottom of the jar due to gravity. അപ്പോൾ നമ്മൾ എന്താ പറയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം ആഡ് ചെയ്തത് ഗ്രാവലാണല്ലേ. അപ്പോൾ ഗ്രാവൽ ആദ്യം ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്, ഗ്രീൻ ഗ്രാം ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് വെച്ചാൽ ഗ്രാവലിൻ്റെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നിങ്ങൾക്ക് ഗ്രാവൽ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതിങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഗ്രീൻ ഗ്രാം ഇടയിൽ കയറിയിരിക്കും. അപ്പോൾ ഹൈറ്റിന് വലിയ ഇൻക്രീസ് വരുന്നില്ല, മനസ്സിലായോ, ഹൈറ്റിന് വലിയ ഇൻക്രീസ് വരുന്നില്ല. അതുകൊണ്ട് ഹൈറ്റ് സെയിം ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അവിടെ ആൻസർ വരുന്നത് നോയാണ്. വേർ ഹാവ് ദ ഗ്രീൻ ഗ്രാം സെറ്റിൽഡ്, എവിടെയായിരിക്കും ഗ്രീൻ ഗ്രാം സെറ്റിൽ ചെയ്തത്? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു ഗ്രീൻ ഗ്രാം ഈസ് സെറ്റിൽഡ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ ഗ്രാവൽ പീസസ് ടിപ്പിക്കലി അറ്റ് ദ ബോട്ടം ഓഫ് ദ ജാർ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇപ്പോൾ ഏറ്റവും അടിയിൽ, ഇപ്പോൾ ഈ ജാറിൻ്റെ അടിയിൽ, അപ്പോൾ അവിടെ കുറേ ഗ്രാവലിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞു സ്പേസസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അത് സെറ്റ് ചെയ്യുക. വേർ ഹാവ് ദ റവ ഗ്രെയിൻ സെറ്റിൽ, റവ എങ്ങനെയാണ്, ദ റവ ഗ്രെയിൻസ് ബീങ് സ്മോളർ ദാൻ ദ ഗ്രീൻ ഗ്രാം വുഡ് സെറ്റിൽ ഇൻ ഈവൻ സ്മോളർ സ്പേസ് ബിറ്റ്വീൻ ദ ഗ്രാവൽ പീസസ് ആൻഡ് ബിറ്റ്വീൻ ഗ്രീൻ ഗ്രാംസ് ഫില്ലിങ് ഇൻ ദ റിമൈനിങ് വേർഡ്സ് എന്ന് നമുക്ക് പറയാം. അതായത് റവ എന്ന് പറഞ്ഞാൽ ഏറ്റവും, നിങ്ങൾ റവ കണ്ടിട്ടുണ്ടാവും കുഞ്ഞ് സ്പേസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു ഓട്ടകളൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ഇടയിൽ തന്നെ സെറ്റിൽ ചെയ്യും. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഷെയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഹൈറ്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നേരത്തെ പറഞ്ഞാൽ, നല്ല രീതിക്ക് ഷെയ്ക്ക് ചെയ്ത് ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഹൈറ്റിൽ ഇൻക്രീസ് വരില്ല കേട്ടോ. ഇപ്പം നോർമലി നമ്മളൊരു സാധനം ഇട്ട് രണ്ടാമതൊരു സാധനം ഇട്ട് മൂന്നാമതൊരു സാധനം ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് കൂടി വരും. പക്ഷേ ഇവിടെ പാർട്ടിക്കിൾ സൈസ്, മൂന്നിൻ്റെയും പാർട്ടിക്കിൾ സൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം. ഇപ്പോൾ നമ്മൾ ഗ്രാവലിനാണ് ഏറ്റവും കൂടുതൽ വലിപ്പം വരിക, പിന്നെ അതിനേക്കാൾ കുറച്ച് കുറവ് ഗ്രീൻ ഗ്രാം, ഏറ്റവും കുറവ് റവ. അപ്പോൾ ഏറ്റവും ഗ്രാവലിൻ്റെ ഇടയിൽ ഏത് കയറിയിരിക്കും, ഗ്രീൻ ഗ്രാം കയറിയിരിക്കും. അതിൻ്റെയും കുഞ്ഞു സ്പേസിൽ എന്ത് കയറിയിരിക്കും, നമ്മുടെ റവ കയറിയിരിക്കും. അപ്പോൾ ഹൈറ്റിന് വലിയ ഇൻക്രീസ് വരുന്നില്ല. ഇനി അത് ചോദിക്കരുത്, നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് ഇവിടെ തന്നെ ക്ലിയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഷേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ. ഓക്കെ, അടുത്തത് when rava and green gram are added to the gravel in the jar and shaken, was there any difference in the total space required for all the three? അപ്പോൾ നമ്മൾ ഈ മൂന്നെണ്ണം ആഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും സ്പേസിൽ ചേഞ്ച് വരുമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അതിൻ്റെ ആൻസർ പറഞ്ഞു അല്ലേ. നോ, there would not be a significant difference in the total space required. The green gram and rava occupy the empty spaces already present within the gravel എന്ന് നമുക്ക് പറയാം. അതായത് ഗ്രാവലിൻ്റെ ഉള്ളിലുള്ള എംറ്റി സ്പേസസിൽ നമ്മൾ എന്ത് കയറിയിരുന്നു, ഗ്രീൻ ഗ്രാമും അതേപോലെ തന്നെ നമ്മുടെ റവയും കയറിയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പേസിൽ വലിയ ചേഞ്ച് വരില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ how can green gram stay along with gravel and rava grain settle in between these two? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ആൻസർ തന്നെ. In this experiment we can see two substances occupying the space between the gravel pieces. Does the same thing happen when substance dissolved in water? അപ്പോൾ ഇത് തന്നെയാണോ നമ്മുടെ വാട്ടറിൽ സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. By tasting the sugar solution obtained by dissolving sugar in water, can we understand the presence of sugar in it? അപ്പോൾ നമുക്ക് അതിൽ ഷുഗറിൻ്റെ പ്രസൻസ് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ബേസ്ഡ് ഓൺ ദ അബവ് എക്സ്പെരിമെൻറ്റ് എക്സ്പ്ലെയിൻ വേർ ദ ഷുഗർ ഗ്രാനുൾസ് ഇൻ ദ സൊല്യൂഷൻ ഗോട്ട് ഹിഡൻ. അപ്പോൾ ശരിക്കും ഷുഗർ സൊല്യൂഷനിൽ എന്ത് സംഭവിച്ചു, അത് അലിയാന്ന് പറയുമ്പോൾ അവിടെയുള്ള ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സ്പേസിൽ അത് എന്താ പറയുക ഓക്യുപ്പൈ ചെയ്തു എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, അടുത്തത് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഷുഗറിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. വി കനോട്ട് ഡയറക്ട്ലി സീ ദ ഷുഗർ പാർട്ടിക്കിൾസ് ഇൻ ദ ഷുഗർ സൊല്യൂഷൻ ബട്ട് ദ സ്വീറ്റ്
സ്വീറ്റ്നെസ് ഓഫ് ഷുഗർ ഈസ് പ്രസൻറ്റ് എവറിവെയർ ഇൻ ദ സൊല്യൂഷൻ. വാട്ട് ഈസ് ഇറ്റ് സീക്രറ്റ്? അപ്പോൾ നമ്മൾ അലിഞ്ഞു പോയ ഷുഗർ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ശരിക്കും ആ ഒരു മോളിക്യൂൾസ് കംപ്ലീറ്റ് ആയിട്ട് ആ വാട്ടറിൽ അബ്സോർബ് ചെയ്തിരിക്കുകയാണ് ഷുഗറിൻ്റെ. ഓക്കെ, ലെറ്റ് us see how sugar is hiding in water as very small granules. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഷുഗർ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് അവിടെ പറയുന്നത്. കളർ ഏതാണ്? പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നമ്മൾ കളർ പറയണം, ടേസ്റ്റ് പറയണം, സ്റ്റേറ്റ്. അതിൻ്റെ ആൻസറും കൂടിയാണ് കേട്ടോ. കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്, ടേസ്റ്റ് ഷുഗർ ആണ്, സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റ് ആണ്, കട്ടിയിലല്ലേ നിൽക്കുന്നത്. ക്രഷ് എ ലിറ്റിൽ ഷുഗർ, ടേക്ക് എ സ്മോൾ ഗ്രാന്യൂൾ ഓഫ് ഇറ്റ് ആൻഡ് എക്സാമിൻ. ഡസ് ദിസ് ഗ്രാന്യൂൾ പോസസ് ഓൾ ദ അബവ് ഫീച്ചേഴ്സ്? നമുക്കറിയാം ഷുഗർ ഒരു ചെറിയ ഒരു പീസാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ അത് എന്താ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അത് വീണ്ടും ഇടിച്ച് പരത്തി ഒരു ചെറിയ ഒരു പീസ് എടുക്കുക. അപ്പോൾ അതിന് ഷുഗറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഫീച്ചേഴ്സും ഉണ്ടാവുക. യെസ് എന്ന് തന്നെ പറയാം കേട്ടോ. ഓക്കെ, അടുത്തത് ലെറ്റ് us see how sugar grains can be made even smaller and still retain all the properties of sugar എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഷുഗർ, സ്മോൾ ഹാമർ, മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ സ്ലിപ്പ്, ബ്രഷ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ടേക്ക് സം ഷുഗർ ഇൻ എ പേപ്പർ, കീപ്പ് ഇറ്റ് ഓൺ എ ഫേം സർഫസ് ആൻഡ് ക്രഷ് ഇറ്റ് വിത്ത് എ ഹാമർ. അതായത് കുറച്ച് പഞ്ചസാര എടുക്കുക, ഒരു പേപ്പറിൽ ഇടുക, എന്നിട്ട് കുഞ്ഞൊരു ഹാമർ വെച്ചിട്ട് അത് ഇടിക്കുക. ടേക്ക് എ സ്മോളസ്റ്റ് ഗ്രാനുൾ ഫ്രം ഇറ്റ് ആൻഡ് ടേസ്റ്റ് ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ്. അതിൽ നിന്നൊരു ചെറിയ തരി, ഇപ്പോൾ നമ്മൾ ഇടിച്ചപ്പോൾ ഭയങ്കര ചെറുതരി ആയിട്ടില്ലേ, അത് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് സ്വീറ്റ് തന്നെയായിരിക്കും അല്ലേ. പിക്ക് വൺ ഓഫ് ദി സ്മോൾ ഗ്രാനുൾസ് ഓഫ് ഷുഗർ വിത്ത് എ ബ്രഷ് ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ എ സ്ലൈഡ് ആൻഡ് ഒബ്സർവ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. ഇതുപോലൊരു ഗ്രാനുൾ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കൂടെ നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. ഡസ് ദ സ്മോളർ ഗ്രാനുൾ അപ്പിയർ ബിഗ്? യെസ്, മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ വലുതായിട്ട് തന്നെ കാണാം. ഡിഡിൻറ്റ് യു റിയലൈസ് ദാറ്റ് ഇറ്റ് കുഡ് ബി മെയ്ഡ് ഈവൻ സ്മോളർ again? Imagine the smallest sugar granule that cannot be seen with an ordinary microscope, yet having all the properties of sugar. What would be the peculiarities of such a particle? Peculiarities എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ടേസ്റ്റ് ആ കളർ തന്നെയായിരിക്കും, ടേസ്റ്റ് ആ സെയിം തന്നെയായിരിക്കും, കളറിനും വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ. That particles show all the properties of sugar. അതന്നെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. Such small particles are molecules. അങ്ങനെ ചെറിയ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. All substances are made up of their molecules. A molecule will have the properties of that substance. അപ്പോൾ ഏതൊരു പാർട്ടിക്കിളിനെ ഇടിച്ച് പരത്തിയാലും നമ്മളെല്ലാം അതും ഉണ്ടാക്കിയിട്ടുള്ള മോളിക്യൂൾസ് കൊണ്ടാണ്. അപ്പോൾ മോളിക്യൂൾസിന് എല്ലാ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഇലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. പൗഡേർഡ് ഷുഗർ granule, a powdered sugar granule, powdered again, a very small sugar powder which can be seen only through a microscope, a very small sugar powder which cannot be seen even through a microscope, smallest particle of sugar having all its properties എന്നാണ് പറഞ്ഞിട്ടുള്ളത്. That particle shows all the properties of sugar. Such a small particles are molecules. All substances are made up of molecules. അപ്പോൾ നമ്മളിത് പറഞ്ഞതാണല്ലേ. അപ്പോൾ എന്താണ് മോളിക്യൂൾ എന്ന് നോക്കാം. ഓക്കെ, മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ദ സബ്സ്റ്റൻസ് ഹാവിങ് ഓൾ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അതായത് ഒരു സബ്സ്റ്റൻസ്, ഇപ്പോൾ ഷുഗർ ആയിക്കോട്ടെ, സോൾട്ട് ആയിക്കോട്ടെ, അതിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഈ മോളിക്യൂളിൻ്റെ അതിൻ്റെ ബിഗ്ഗർ ആയിട്ടിരിക്കുമ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും ഈ കുഞ്ഞിതായിരിക്കുമ്പോഴുള്ള മോളിക്യൂളിനും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ്. എല്ലാ സബ്സ്റ്റൻസസും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? മോളിക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അടുത്തത്, ഹാവൻറ്റ് യു അണ്ടർസ്റ്റുഡ് the secret of sugar retain its sweetness equality ever? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പോൾ ആ ഒരു ഭാഗത്ത് പറയണത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ ഷുഗർ അലിഞ്ഞു പോയാലും അല്ലെങ്കിൽ ഷുഗർ പൊടിച്ചാലും നമുക്ക് മധുരം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവിടെ മോളിക്യൂൾസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഷുഗർ മോളിക്യൂൾ ഇൻ ഷുഗർ സൊല്യൂഷൻ സ്പ്രെഡ് ത്രൂ ഔട്ട് ദ വാട്ടർ. അപ്പോൾ നമുക്ക് അടുത്തത് കാനഡ എന്ന് പറയുന്ന ഭാഗം വായിച്ചു നോക്കാം. കാനഡ ഈസ് എ ഫിലോസഫർ ആൻഡ് സ്കോളർ ഓഫ് ആൻഷ്യൻറ്റ് ഇന്ത്യ. ഹി ഈസ് ബിലീവ്ഡ് ടു ഹാവ് ലീവ്ഡ് ഇൻ ദ 6th or 7th century BC. Canada believed that all matters is composed of invisible microscopic particle called പരമാണു. ജസ്റ്റ് ആ ഒരു ഭാഗം വായിക്കുക കേട്ടോ. അടുത്തത് മോളിക്യൂൾ നിയർ ആൻഡ് ഫാർ. നോക്കിയാൽ സോളിഡ്സിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സോളിഡ്സിൽ മോളിക്യൂൾസ് എങ്ങനെയാണ് നല്ല ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ ഈ ഒരു ചിത്രം അനലൈസ് ചെയ്യാൻ
പ്രത്യേകം പഠിക്കണം കേട്ടോ. ഫിഗർ ലിക്വിഡ്സിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ്, ഗ്യാസിലോ നല്ലോണം സ്പേസ് വിട്ടിട്ടാണ് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് സോളിഡ് കട്ട പിടിച്ചിരിക്കുന്നതും ലിക്വിഡ് ഒഴുകാൻ സഹായിക്കുന്നതും ഗ്യാസിന് ഇങ്ങനെ വേപ്പർ ചെയ്ത് പോവാനും പറ്റുന്നത്. ഓക്കെ, ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ദ മോളിക്യൂൾസ് ദ ക്ലോസ്ഡ് അതാരാണ്? അപ്പോൾ ഏറ്റവും അടുത്ത് കിടക്കുന്ന മോളിക്യൂൾസ് ആർതാണ്? സോളിഡ്സ് ആണ് കേട്ടോ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ദ മോളിക്യൂൾസ് ദ ഫാർത്തസ്റ്റ്? ഏറ്റവും അകലെയായിട്ട് കിടക്കുന്നത് ഗ്യാസ് ആണ്. വൈ ഡു സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് വൈൽ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ഡു നോട്ട്? ഇപ്പോൾ സോളിഡ്സിന് നല്ല ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്നാണ് പറയുന്നത്? ബിക്കോസ് ഇൻ സോളിഡ്സ് ദ മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് ആസ് ക്ലോസസ്റ്റ്. ഓക്കെ, അതുകൊണ്ടാണ് സോളിഡ്സിന് ഡെഫിനിറ്റ് ഷേപ്പ് കിട്ടാൻ കാരണം. അടുത്തത്, haven't you understood how the molecules of a matter exist in all the three states? Why are liquids able to flow? എന്തുകൊണ്ടാണ് ലിക്വിഡ്സിന് ഒഴുകാൻ സാധിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത്, ഇൻ എ ലിക്വിഡ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ് ടുഗദർ ബട്ട് നോട്ട് ഫിക്സഡ് ഇൻ എ പ്ലേസ്. ദേ ഹാവ് ഇനഫ് എനർജി ടു മൂവ് അറൗണ്ട് ഈച്ച് അതർ വൈൽ സ്റ്റിൽ ബീയിങ് ഹെൽഡ് ബൈ ഇന്റർ മോളിക്യുലർ ഫോഴ്സസ്. അതായത് ഇവിടെ പാർട്ടിക്കിൾസ് ക്ലോസ് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ സ്പെസിഫിക് പോയിന്റ്സ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ടും നീങ്ങാം, അതുകൊണ്ട് അവിടെ ഫ്ലോ നടക്കുന്നു. ഓക്കെ, ഹൗ ക്യാൻ ഗ്യാസസ് സ്പ്രെഡ് ഫാസ്റ്റ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്യാസസ് മോളിക്യൂൾസ് ആർ വെരി ഫാർ എപ്പാർട്ട് കമ്പയർഡ് ടു ലിക്വിഡ്സ്. ദിസ് ഗീവ്സ് ദം ലോട്ട്സ് ഓഫ് എംപ്റ്റി സ്പേസ് ടു മൂവ് ഇൻ ടു ക്വിക്ക്ലി. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. അടുത്തത്, സോളിഡ്സ് cannot flow or spread. വൈ? എന്തുകൊണ്ടാണ്? ഇൻ സോളിഡ്സ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് വെരി ക്ലോസ്ലി ഇൻ ആൻ ഓർഡിനറി വേ. ഓക്കെ, ഇവിടെ എന്താണ്? പാർട്ടിക്കിൾസ് എല്ലാം നല്ല ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തില്ല, അതുകൊണ്ട് അതിന് നീങ്ങാൻ പറ്റില്ല. ഓക്കെ, അടുത്ത് ആറ്റംസ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആറ്റംസ് ആർ സ്മോളർ പാർട്ടിക്കിൾസ് ദാൻ മോളിക്യൂൾസ്. മോളിക്യൂൾസിനേക്കാളും ചെറിയൊരു പാർട്ടിക്കിളാണ് ആറ്റംസ് എന്ന് പറയുന്നത്. മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ശരിക്കും പറഞ്ഞാൽ മോളിക്യൂൾസ് ഉണ്ടാക്കിയിട്ടുള്ളത് സെവറൽ ആറ്റംസ് ഉപയോഗിച്ചിട്ടാണ്. എ വാട്ടർ മോളിക്യൂൾ ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് 2 ഹൈഡ്രജൻ ആറ്റം ആൻഡ് ഓക്സിജൻ ആറ്റം. നമുക്ക് വാട്ടറിൻ്റെ ഫോർമുല അറിയാലോ, H2O. അപ്പോൾ അതിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജൻ ആറ്റവും കൂടിയിട്ടാണ് ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, എ ഷുഗർ മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് 12 കാർബൺ ആറ്റംസ്, 22 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 11 ഓക്സിജൻ ആറ്റം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഷുഗർ മോളിക്യൂൾസിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്, എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, എത്ര ഓക്സിജൻ ആറ്റം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടിയിൽ കുറച്ച് ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ABCD. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ മിക്സ്ചർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോർ ദാൻ 1 സബ്സ്റ്റൻസസ്. നമ്മൾ പറഞ്ഞതാണ്. സോ വുഡിൻ ദർ ബി മോർ ദാൻ 1 ടൈപ്പ് ഓഫ് മോളിക്യൂൾ ഇൻ എ മിക്സ്ചർ? അപ്പോൾ ഒരു മിക്സ്ചറിൽ തന്നെ പല ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് യെസ് എന്ന് പറയാം. ഹാവ് യു ഒബ്സർവ് ദ ഇലിസ്ട്രേഷൻ? ഹൗ മെനി ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ആർ ദർ ഇൻ സബ്സ്റ്റൻസ് എ? 1 ടൈപ്പ്. സബ്സ്റ്റൻസ് ബിയിലോ 2 ടൈപ്പ് ഉണ്ട് അല്ലേ. സബ്സ്റ്റൻസ് സിയിലും അതെ 2 ടൈപ്പ്. സബ്സ്റ്റൻസ് ഡിയിൽ അങ്ങനെ ഇല്ല. അപ്പോൾ നമുക്ക് എയും ബി ആ ചോദിച്ചിട്ടുള്ളത്. വിച്ച് സബ്സ്റ്റൻസ് ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്? ഏതൊക്കെയാണ് നമുക്ക് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് എന്ന് ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ എയും ഡിയും നമുക്ക് പറയാം. അപ്പോൾ ബി എന്ന് പറയുകയാണെങ്കിലോ you have already understood that the mixtures are made up of different types of substances. Which are the mixtures in the picture എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്യുവർ മിക്സ്ചേഴ്സും പറയാം, അതുപോലെ മിക്സ്ചേഴ്സും ഇതിൽ പറയാം അല്ലേ. സം സബ്സ്റ്റൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. ചില സബ്സ്റ്റൻസസിൽ ഒരേ ടൈപ്പ് മോളിക്യൂൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ചിലതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ABCDയിൽ ഏതൊക്കെയാണ് പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് വരുന്നതെന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ABCDയിൽ എയും ബിയും ഡിയും എന്താണ്? എയും ബിയും ഡിയും എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. സി എന്താണ്? മിക്സ്ചേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് നോക്കാം. പ്യുവർ സബ്സ്റ്റൻസസ് ആർ സബ്സ്റ്റൻസസ് മെയ്ഡ് അപ്പ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ്. മിക്സ്ചേഴ്സ് വിൽ ഹാവ് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഇൻ ദം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, വാട്ടർ വിത്തൗട്ട് എനി ഇമ്പ്യൂരിറ്റീസ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. വൈ? ഇപ്പോൾ വെള്ളത്തിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് പറയണം. കാരണം അതിലെന്താ? ഒരേ ടൈപ്പ് മോളിക്യൂളാണ് അതിൽ ഉള്ളൂ. കാരണം 2 ഹൈഡ്രജൻ ആറ്റം 1 ഓക്സിജൻ ആറ്റം കൂടിയിട്ടുള്ള ഒരു മോളിക്യൂൾ
മോളിക്യൂളാണ് അവിടെ ഫോം ചെയ്യുന്നത്. വേറെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ല. അപ്പോൾ ഇമ്പ്യൂരിറ്റീസിൻ്റെ മോളിക്യൂൾസ് അവിടെ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ പറയുന്നത് എന്ത് പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പ്യുവർ സബ്സ്റ്റൻസസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അയൺ പറയാം, കോപ്പർ പറയാം, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ പറയാം കേട്ടോ, വാട്ടർ. അപ്പോൾ നമുക്ക് അതിൽ പറയുന്നില്ലേ വി ആർ പ്യുവർ സബ്സ്റ്റൻസ്, അയൺ, കോപ്പർ, കാർബൺ, പിന്നെ വാട്ടർ, പിന്നെ നമ്മൾ ഓക്സിജൻ, ഹൈഡ്രജൻ, ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടിയിലൊരു ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസസ്. അതിന് മുന്നേ ചോദിച്ചിട്ടുള്ളത് ആർ മിക്സേഴ്സ് പ്യുവർ സബ്സ്റ്റൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിക്സേഴ്സ് പ്യുവർ സബ്സ്റ്റൻസ് ആണോ? അല്ല, കാരണം അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ നോ, ദ പ്യുവർ സബ്സ്റ്റൻസ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾ ബട്ട് മിക്സേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾ എന്നാണ് കേട്ടോ വരുന്നത്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഇപ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ വാട്ടർ വിത്തൗട്ട് എനി ഇമ്പ്യൂരിറ്റീസ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ആൻസർ എന്താ പറയുക, വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ത്രൂ ഔട്ട് ഡു നോട്ട് മിക്സഡ് വിത്ത് അതർ സബ്സ്റ്റൻസസ്. ഈ 2 പോയിന്റ് അവിടെ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ഏതൊക്കെയാണ് പൊറിച്ച്. അപ്പോൾ സബ്സ്റ്റൻസ് അതാണ്, അതിലുള്ളത് വാട്ടർ, സോൾട്ട്, അതർ സബ്സ്റ്റൻസ്. അത് ഏതായിട്ടാണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വരുന്നത് മിക്സേഴ്സ് ആയിട്ടാണ്. അടുത്തത് പെൻസിൽ ഗ്രാഫൈറ്റ് ആണ്, അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അടുത്ത ഷുഗറും പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അടുത്തത് നമ്മളോട് സോഡ വാട്ടർ ആണ് പറഞ്ഞിട്ടുള്ളത്, അത് മിക്സ്ചറാണ്. അടുത്ത് ബട്ടർ മിൽക്ക്, അതും മിക്സ്ചറാണ്. അടുത്ത് പ്യുവർ വാട്ടർ പ്യുവർ സബ്സ്റ്റൻസിൽ വരും. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പൊട്ടാസ്യം പെർമാംഗനേറ്റും പ്യുവർ സബ്സ്റ്റൻസിൽ വരും. ഗോൾഡ് ജുവൽസും പ്യുവർ സബ്സ്റ്റൻസിൽ വരും. ഗോൾഡും എന്തിൽ വരും, ഗോൾഡ് ജുവൽസ് മിക്സേഴ്സിലാണ് വരിക. വെറും പ്യുവർ ആയിട്ടുള്ള ഗോൾഡ് എന്ന് പറയുന്നത് ഏതിലാണ് വരിക, പ്യുവർ സബ്സ്റ്റൻസിലാണ് കേട്ടോ വരിക. ഓക്കെ, അപ്പോൾ ഈസ് പ്യുവർ കോക്കനട്ട് ഓയിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ യു മൈറ്റ് ഹാവ് സീൻ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് പ്യുവർ കോക്കനട്ട് ഓയിൽ, പ്യുവർ മിൽക്ക്, പ്യുവർ ഗീ എറ്റ്സെട്ര, ബട്ട് ദ വേർഡ് പ്യുവർ യൂസ്ഡ് ഇൻ സയൻസ് ഡസ് നോട്ട് മീൻ ദ സെയിം ആസ് ഇൻ ദ അഡ്വർടൈസ്മെൻറ്റ്. പരസ്യത്തിൽ പ്യുവർ ആണെന്നാണ് പറയുന്നത്, ശരിക്കും അത് കറക്റ്റ് ആവുമോ? ഇൻ ദ മാർക്കറ്റ് പ്യുവർ കോക്കനട്ട് ഓയിൽ മീൻസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി അതർ ഓയിൽ ഓർ കമ്പോണൻസ്. ഇപ്പോൾ മാർക്കറ്റിൽ പ്യുവർ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ വേറെ ഓയിലൊന്നും അതിൽ മിക്സ് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ മീനിങ്. സയൻറ്റിഫിക്കലി കോക്കനട്ട് ഓയിൽ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് മോളിക്യൂൾ ഓഫ് മെനി കമ്പോണൻസ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കോക്കനട്ട് ഓയിലിൽ പല കമ്പോണൻസും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, വേറെ ഇപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേറെ ഓയിലൊന്നും മിക്സ് ചെയ്യാണ്ട് പ്യുവറായിട്ട് കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞ സാധനം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞ സാധനത്തിൽ എന്താണ്, അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ് പറയുന്നത്, മെനി കമ്പോണൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സബ്സ്റ്റൻസസ്, പ്യുവർ സബ്സ്റ്റൻസസിന് എക്സാമ്പിൾ ഏതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചതൊക്കെ പറയാം അല്ലേ. പെൻസിൽ ഗ്രാഫൈറ്റ് പറയാം, ഷുഗർ പറയാം, പ്യുവർ വാട്ടർ പറയാം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് പറയാം, 3 ചോദിച്ചിട്ടുള്ളൂ. ഗോൾഡ് പറയാം. ഹോമോജീനിയസ് മിക്സ്ചറും അതുപോലെ തന്നെ ഹെട്രോജീനിയസ് മിക്സ്ചറും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹോമോജീനിയസിൽ സോൾട്ട് വാട്ടർ പറയാം, ഷുഗർ സൊല്യൂഷൻ പറയാം, വിനീഗർ പറയാം, ഇപ്പോൾ കോക്കനട്ട് ഓയിൽ പറയാം. ഹെട്രോജീനിയസിൽ സാലഡ്, സോയിൽ, മിൽക്ക്, മിക്സ്ചർ, ഇതൊക്കെ നമുക്ക് പറയാം കേട്ടോ. അടുത്തത് സെപ്പറേറ്റിംഗ് മിക്സ്ചേഴ്സ് ആണ്. അതിലൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വന്നിട്ട് റൈസ് മിക്സഡ് വിത്ത് സ്റ്റോൺസ്, റൈസിൽ കുറച്ച് സ്റ്റോൺസ് പെട്ടുപോയി അല്ലേ. അടുത്തത് മിക്സ്ചർ ഓഫ് സാൻഡ് ആൻഡ് അയൺ പൗഡർ, സാൻഡും അയൺ പൗഡറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫിഗറിൽ റൈസും സ്റ്റോൺസും, സെക്കൻഡിൽ സാൻഡും അയൺ പൗഡറും. അതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. Do rice and stones have same color? No. Do they have same shape and size? No. The components of which of these mixtures can be separated by hand? ഏത് കമ്പോണൻസ് നമുക്ക് ചോറിൽ നമുക്ക് കല്ലെടുത്ത് കളയാൻ പറ്റും അല്ലേ. അപ്പം നമുക്ക് ഏതാ the components of the mixtures can be separate is rice mixed with stones can be separated by hand picking due to visible difference in size, shape and color between rice grains and stones. അതിൻ്റെ ആൻസർ ആണ് കേട്ടോ പറഞ്ഞത്. അടുത്തത് if the stones have same size and color of
the rice, would it be possible to separate them by hand? അപ്പോൾ നമുക്ക് അതായത് നമ്മൾ ചോറിലെ കല്ല് ശരിക്കും ചോറിൻ്റെ കളറും ചോറിൻ്റെ ഷേപ്പും സൈസൊക്കെ ആണെങ്കിൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റുമോ? അനലൈസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലേ, തിരിച്ചറിയാൻ. അപ്പം നോ എന്ന് പറയാം, കൈകൊണ്ട് എടുത്ത് കളയാൻ പറ്റില്ല. ക്യാൻ അയൺ ഡസ്റ്റ് ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ്? യെസ്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ക്യാൻ അയൺ പൗഡർ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് അയൺ പൗഡർ? യെസ്, നമുക്ക് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യെസ്, അയൺ പൗഡർ ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം സാൻഡ് ബൈ യൂട്ടിലൈസിങ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. Okay, iron is a magnetic material while sand is not, allowing a magnetic separation. അപ്പോൾ നമുക്കിത് കൈകൊണ്ടൊന്നും എടുത്ത് കളയാൻ പറ്റില്ല, പകരം നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ മാഗ്നറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അയൺ പാർട്ടിക്കിൾസ് ഒക്കെ മാഗ്നറ്റിൽ അട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റാം. ഓക്കെ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ കമ്പോണൻസ് ടു വി മേക്ക് യൂസ് ഓഫ് ഇൻ ദീസ് ടു മെത്തേഡ്സ് ഓഫ് സെപ്പറേഷൻ? എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തത്? ഒന്ന് ഹാൻഡ് പിക്കിംഗ്, രണ്ടാമത് സെപ്പറേഷൻ യൂസിങ് മാഗ്നറ്റും ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹാൻഡ് പിക്കിങ്ങിന് വേണ്ടിയിട്ട് അടുത്ത ഭാഗം, ഈ ഒരു ഭാഗത്ത് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കിങ്, അപ്പോൾ കൈകൊണ്ട് പറക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ മാഗ്നറ്റ് കൊണ്ട് ചെയ്യുന്നത് ഏതൊക്കെ? അപ്പോൾ പിക്കിംഗ് അപ്പിൽ വരുന്നത് സ്റ്റോൺസ് പിക്കഡ് ഔട്ട് ഫ്രം റൈസ് ഓർ പൾസസ്. നമ്മൾ ഈ പയറ്, പരിപ്പ്, അതുപോലെ ചോറിൽ നിന്നൊക്കെ അരിയിൽ നിന്നൊക്കെ നമ്മൾ കല്ല് പറക്കിയെടുക്കുന്നത്. രണ്ട്, ഇൻസെക്ട്സ് പിക്കഡ് ഔട്ട് ഫ്രം ഫുഡ് ഗ്രെയിൻസ്. ഫുഡ്സിൽ നിന്ന് ഈ ഇൻസെക്ട്സ് എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അതിനെ പറക്കിയെടുക്കുന്നത്. പിന്നെ റോട്ടൻ ഫ്രൂട്ട്സ് പിക്കഡ് ഔട്ട് ഫ്രം ഗുഡ് വൺസ്. അതായത് ഈ പൊട്ട ഫ്രൂട്ട്സൊക്കെ എടുത്ത് നല്ല ഫ്രൂട്ട്സിൽ നിന്നൊക്കെ കഴിക്കും. ഇപ്പോൾ ഡേറ്റ്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ പൊട്ട ഡേറ്റ്സ് എടുത്ത് കളയുക. ഇപ്പോൾ നമ്മൾ മുന്തിരിയൊക്കെ കഴിക്കുകയാണെങ്കിൽ പൊട്ടയുള്ള മുന്തിരി നമ്മളിപ്പോൾ കൈകൊണ്ട് പിക്ക് ചെയ്തിട്ട് കളയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അടുത്തത് സെപ്പറേഷൻ യൂസിങ് മാഗ്നറ്റ്. അതിലേതൊക്കെ ഇത് വരും? അയൺ പീസസ് സെപ്പറേറ്റഡ് ഫ്രം സാൻഡ്, ഒന്ന് നമ്മളിപ്പോൾ പഠിച്ചതാണ് അല്ലേ. രണ്ട്, അയൺ പിൻസ് സെപ്പറേറ്റ്, അയൺ പിൻസ് PINS കേട്ടോ, സെപ്പറേറ്റഡ് ഫ്രം സോയിൽ. മൂന്നാമത് സെപ്പറേറ്റ് അയൺ സ്ക്രാപ്പ്, മൂന്നാമത്തെ പോയിന്റ് സ്ക്രാപ്പ് അയൺ സെപ്പറേഷൻ ഫ്രം ഗാർബേജ് ഇൻ ഗാർബേജ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് നമ്മളോട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. യു ഹാവ് ലേൺ ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് കമ്പോണൻസ് ആർ മെയ്ഡ് ഓഫ് യൂസ് ഇൻ ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ. ഡിസ്കസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെപ്പറേഷൻ യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ. അപ്പോൾ ഏതൊക്കെയാണ്? നമുക്ക് കുറച്ച് സിറ്റുവേഷൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ്, ഹൗ ഡു വി സെപ്പറേറ്റ് ടീ ഡസ്റ്റ് ഫ്രം ടീ? അപ്പോൾ ചായന്ന് ചായപ്പൊടി എങ്ങനെയാണ് നമ്മൾ അരിച്ചിട്ടാണല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ടീ ഡസ്റ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ടീ യൂസിങ് ഫിൽട്രേഷൻ മെത്തേഡ് വഴിയാണ്. ഹൗ ആർ സ്മോൾ സ്റ്റോൺസ് റിമൂവ്ഡ് ഫ്രം റൈസ് വൈൽ വാഷിംഗ് ഇറ്റ് ബിഫോർ കുക്കിംഗ്? കുക്ക് ചെയ്യണമെങ്കിൽ മുന്നേ നമ്മൾ അരിയിലുള്ള കല്ലൊക്കെ എടുത്ത് കളയും. അപ്പോൾ അതെങ്ങനെയാണ്? ബൈ ഹാൻഡ് പിക്കിങ്ങിലാണ് നമ്മളതെടുത്ത് കളയുന്നത്. വിച്ച് ആർ ദ വേസ് ബൈ വിച്ച് മഡി വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ്? മഡി വാട്ടർ എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? അപ്പോൾ മഡി വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ് ബൈ സെഡിമെൻറ്റേഷൻ ആൻഡ് ഫിൽട്രേഷൻ പ്രോസസ്. അതിൻ്റെ ആൻസറാണ് കേട്ടോ. അടുത്തത്, ഹൗ ആർ gravel and other waste materials separated from the sand using for construction work? അപ്പോൾ നമ്മൾ ഈ വീട് പണിക്കുക, കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാൻഡ്, ഗ്രാവൽ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് സാൻഡിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ബൈ സീവിങ്. നമ്മളൊരു അരിപ്പ, നമ്മൾ വീടൊക്കെ പണിയിടത്ത് പോയി കണ്ടാൽ അറിയാം, ഒരു വലിയ നമ്മൾ ചെറിയ അരിപ്പല്ല, വലിയൊരു തരത്തിലുള്ള ഒരു സീവിങ് മെഷീൻ അവരുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ അതിലാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ താഴെ കുറേ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? സാൾട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്, അയൺ പൗഡർ, ചാഫ്, അതായത് നമ്മൾ ഈ അരി ഒക്കെ പണ്ട് കാലങ്ങളിലൊക്കെ കാണാമല്ലേ, ഇതുപോലെ അരി കാണിക്കുന്നത്. അപ്പോൾ തവിട് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നെ ബട്ടർ എടുക്കുന്നത് കേടുന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് സിറ്റുവേഷൻ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ മെത്തേഡ് ഓഫ് സിറ്റുവേഷൻ നമ്മളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സോൾട്ട് ഈസ് സെപ്പറേറ്റഡ് ഫ്രം സീ വാട്ടർ കളക്റ്റഡ് ഇൻ സോൾട്ട് ഫീൽഡ്. അത് ഏത് മെത്തേഡാണ്? ഇവാപ്രേഷൻ മെത്തേഡാണ് കേട്ടോ. അടുത്തത്, ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡ്, അത് ചൂണിങ് ആണ്. ഓക്കെ, അടുത്തത്, അയൺ പൗഡർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം സാൻഡ്, അതേതാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. അടുത്തത്, പാഡി ആൻഡ് ചാഫ് ആർ സെപ്പറേറ്റഡ്, അതെന്താണ്?
ആ മെത്തേഡ്. അപ്പോൾ നമ്മൾക്ക് ഈ 4 മെത്തേഡും കൂടി നോക്കാം, എഴുതാം കേട്ടോ. അപ്പോൾ വിനോയിങ് ആണ് കേട്ടോ. അപ്പോൾ അടുത്തത് 4 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. From the table, identify the context that utilize the change of state of matter for the separation of dissolved component. അപ്പോൾ നമുക്ക് എന്താ പറയുക? The context utilize the change of state of matter for the separation of dissolved component in salt field. This process involves the evaporation of water. അപ്പോൾ അത് അത്രേ, നമ്മൾ ഇവാപ്പറേഷൻ ആണ് അവിടെ ചെയ്യണതെന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഹൗ ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ബട്ടർ ഫ്രം കേർഡ് അതേഴ്സ്. എങ്ങനെയാണ്? ഷൂമിങ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഷേണിങ് ആണെന്ന് പറഞ്ഞു. അടുത്തത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വെച്ചിട്ട് എങ്ങനെയാണ്? അത് നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി സെപ്പറേഷൻ ഓഫ് അയൺ പൗഡർ ഫ്രം സാൻഡ് ആണ്. വിച്ച് സിറ്റുവേഷൻ മേക്ക് യൂസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി? ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണത്? സെപ്പറേഷൻ ഓഫ് അയൺ പൗഡർ ഫ്രം സാൻഡ്. 4ാമത്തെ വിച്ച് പ്രോപ്പർട്ടീസ് യൂസ് ടു സെപ്പറേറ്റ് ചാഫ് ഫ്രം പാഡി. അപ്പോൾ പാഡിന്ന് ചാഫ് സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വിനോവിങ് ആണ് കേട്ടോ. WINNOWING. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ, ആ ചിത്രത്തിൽ കാണുന്ന പോലെ കാണിക്കുന്നതാണ്. അപ്പോൾ അതാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ് വിത്തിൻ ദ ബോഡി. ഇതുപോലെ നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പല കാര്യങ്ങളും എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയും. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അടുത്തത് കിഡ്നീസ് ആർ ഫിൽറ്റേഴ്സ് ദാറ്റ് സെപ്പറേറ്റ് വേസ്റ്റ് ഫ്രം ബ്ലഡ്. അപ്പോൾ നമ്മുടെ ഫിൽറ്റർ എന്ന് പറയുന്നത്, ബോഡിയുടെ ഫിൽറ്റർ കിഡ്നീസ് ആണ്. വേസ്റ്റസ് എല്ലാം അരിച്ചെടുക്കുന്നു. അവർ ബോഡി ഹാസ് അബൌട്ട് 5 liters ഓഫ് ബ്ലഡ്. നമ്മുടെ ബോഡിയിൽ 5 liters ബ്ലഡ് ഉണ്ട്. ദിസ് ബ്ലഡ് ഈസ് സബ്ജക്റ്റഡ് ടു കോൺസ്റ്റൻറ്റ് ഫിൽട്രേഷൻ ബൈ അവർ കിഡ്നീസ്. ദിസ് ഈസ് എ നാച്ചുറൽ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഇൻ ദ ബോഡി. ഇഫ് കിഡ്നീസ് ഫെയിൽ, ദിസ് ഫിൽറ്ററിങ് പ്രോസസ് ഗെറ്റ് സ്ലോ ഡൗൺ ആൻഡ് ദ പേഷ്യൻസ് ബിക്കം ക്രിട്ടിക്കലി ഇൽ. ഇപ്പോൾ കിഡ്നി ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലേ. സച്ച് പേഷ്യൻസ് ആർ അസിസ്റ്റഡ് ത്രൂ ആൻ ആർട്ടിഫിഷ്യൽ. അപ്പോൾ അവർക്ക് ഡയാലിസിസ് ചെയ്യുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഫിൽറ്ററിങ് മെത്തേഡാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നത്. മിക്സേഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഓരോ സിറ്റുവേഷനും ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓരോ സിറ്റുവേഷനും തന്നു, അതിലെങ്ങനെയാണ് അവരെ ഫിൽറ്റർ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യണമെന്ന്. ഇപ്പോൾ നമ്മൾ പാഡിയുടെ കാര്യം പറഞ്ഞു, അതേപോലെ സോൾട്ട് പറഞ്ഞു, അതുപോലെ ബട്ടർ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതുപോലെ ഹോമോജീനിയസ് മിക്സ്ചർ, ഹെട്രോജീനിയസ് മിക്സ്ചർ, പ്യുവർ സബ്സ്റ്റൻസ്, മിക്സ്ചേഴ്സ്, മോളിക്യൂൾസ്, ആറ്റംസ്, ഇതൊക്കെ ഈ ഒരു പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് ലെറ്റേഴ്സ് ആക്സസിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. എ ഡ്രിങ്ക് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിങ് സോൾട്ട് ആൻഡ് ഷുഗർ ടു സോഡ വാട്ടർ. ഇപ്പോൾ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ്, അതിന് എന്തൊക്കെ വേണം? സോൾട്ട്, ഷുഗർ, സോഡ വാട്ടർ വേണം. വാട്ട് ആർ ദ കമ്പോണൻസ്? അപ്പോൾ ഞാനീ പറഞ്ഞത് തന്നെ, സോൾട്ട്, ഷുഗർ ആൻഡ് സോഡ വാട്ടർ. Is this drink a homogeneous or heterogeneous mixture? അപ്പോൾ this drink is a homogeneous mixture because the salt and sugar will dissolve evenly in the soda water, forming a uniform composition through it. അപ്പോൾ ഏതാണ്? ഹോമോജീനിയസ് ആണ്. നമ്മൾ ആഡ് ചെയ്യുന്നത് സോഡ വാട്ടറിൽ ആഡ് ചെയ്യുന്നത് എന്താണ്? സോൾട്ട്, ഷുഗർ. കറക്റ്റായിട്ട് അലിഞ്ഞ് പോകില്ല, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഹോമോജീനിയസ് ആണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് 1 spoon of salt is added to a glass of water. ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിലേക്ക് 1 spoon സോൾട്ട് ആഡ് ചെയ്തു. ദർ ഈസ് അൺഡിസോൾവ്ഡ് സോൾട്ട് ഇൻ ദ ഗ്ലാസ്. അതിലെന്ത് ചെയ്യുന്നുണ്ട്? അലിയാത്ത സോൾട്ട് എന്നുണ്ട്. വാട്ട് ഷുഡ് ബി ഡൺ ടു മേക്ക് ഇറ്റ് ഹോമോജീനിയസ് മിക്സ്ചർ? അത് ഹോമോജീനിയസ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അത് അലിയിച്ച് കളയണം അല്ലേ. അപ്പോൾ എന്താ പറയുക? ടു മേക്ക് ഇറ്റ് ഹോമോജീനിയസ് you should stir the mixture or gently heat it to help remaining salt dissolve completely in the water. അതായത് ഒന്ന് അലിയിച്ച് കളയാൻ വേണ്ടി നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ചൂടാക്കിയാലും മതി. ഓക്കെ, അടുത്തത് കുറച്ച് സിറ്റുവേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് അയൺ, ബ്രാസ്, ഗോൾഡ്, ഓർണമെൻറ്റ്സ്, ബ്രോൺസ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അലുമിനിയം. കറക്റ്റ് ആയിട്ടുള്ളത് ടിക്ക് ചെയ്യുക. അടിയിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് റോങ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരും കേട്ടോ. ഓൾ ദീസ് ആർ നോട്ട് പ്യുവർ സബ്സ്റ്റൻസ് എന്നാണ്
ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആർ നോട്ട്, ഇതെല്ലാം പ്യുവർ സബ്സ്റ്റൻസ് അല്ല, അപ്പോൾ അത് തെറ്റാണ്. അടുത്ത ബ്രാസ്, അയൺ ആൻഡ് ബ്രോൺസ് ആർ മെറ്റാലിക് മിക്സേഴ്സ്, അത് മിക്സേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഗോൾഡ് ഓർണമെൻറ്റ് ഈസ് എ മിക്സർ. ഗോൾഡ് ഓർണമെൻറ്റ് എന്ന് പറയുന്നത് ഓർണമെൻ്റ് ആയിട്ട് യൂസ്, ജുവൽസ് ആണെങ്കിൽ അത് മിക്സർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെറും ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് പറയാം, പ്യുവറിൽ പറയാം അല്ലേ. കാർബൺ ഡയോക്സൈഡ് ആൻഡ് അലുമിനിയം ആർ പ്യുവർ സബ്സ്റ്റൻസസ്. അപ്പോൾ അത് എന്താണ്, പ്യുവർ സബ്സ്റ്റൻസ് ആണ് കേട്ടോ. അത് CO2. അപ്പോൾ അതിൽ കാർബണും ഓക്സിജനും ആറ്റമാണ് ആഡ് ചെയ്തിട്ടാണ് കാർബൺ ഒറ്റ മോളിക്യൂൾ ഉണ്ടാവുകയാണ് അല്ലേ കാർബൺ ഡയോക്സൈഡിൽ. അപ്പോൾ അത് പ്യുവർ സബ്സ്റ്റൻസ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് ഓൾ ദീസ് ആർ നോട്ട് പ്യുവർ സബ്സ്റ്റൻസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ളത് അയൺ, ബ്രാസ്, ഗോൾഡ് ഓർണമെൻറ്റ്. അപ്പോൾ ഇതെല്ലാം ഓൾ ദീസ് ആർ നോട്ട് പ്യുവർ സബ്സ്റ്റൻസസ്, എല്ലാം പ്യുവർ സബ്സ്റ്റൻസ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിലത് എന്ത് വരാം, ചിലത് പ്യുവർ സബ്സ്റ്റൻസ് വരാം, ചിലത് എന്ത് വരാം, മിക്സേഴ്സും വരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക. ഓൾറെഡി പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി നോക്കാം.